ബേപ്പൂർ മണ്ഡലത്തിൽ തുറന്ന പോരിന് താൻ തയ്യാറാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ചു. എതിരാളിയായി PV അൻവറിനെ UDF ഇറക്കിക്കഴിഞ്ഞു. കേരളം കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിന് ബേപ്പൂർ അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. അതേസമയം മന്ത്രി റിയാസ് സുരക്ഷിത മണ്ഡലം തേടുമെന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ പേടിച്ചോടാൻ തന്നെ കിട്ടില്ലെന്നും ബേപ്പൂരിൽ തന്നെ ജനവിധി തേടുമെന്നും റിയാസ് പ്രഖ്യാപിച്ചതോടെ പരസ്യമായ ഏറ്റുമുട്ടലായി അത് മാറിക്കഴിഞ്ഞു. നേരത്തെ CPM സഹയാത്രികൻ എന്ന ലേബലിൽ നിന്ന് പുറത്തു വന്ന നാൾ മുതൽ മന്ത്രി റിയാസിനെയാണ് അൻവർ ടാർഗറ്റ് ചെയ്തിരുന്നത്. അൻവറിന്റെ നാവിന്റെ ചൂട് ഏറ്റവും അധികം അറിഞ്ഞതും മുഹമ്മദ് റിയാസ് തന്നെ. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ തന്നിൽ നിന്ന് അകറ്റിയത് റിയാസ് ആണെന്ന് അൻവർ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ബേപ്പൂർ മണ്ഡലത്തിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വ ചർച്ചകൾ സജീവമായതോടെ കേരളം ഉറ്റുനോക്കുന്ന ഒരു VIP പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബേപ്പൂരിൽ ഇക്കുറി അട്ടിമറി ലക്ഷ്യമിട്ടാണ് അൻവറിന്റെ നീക്കങ്ങൾ. കോൺഗ്രസും മുസ്ലിം ലീഗും ശക്തമായി അൻവറിന് പിന്നിൽ അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ ലക്ഷ്യമിട്ട് PV അൻവർ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. UDF അസോസിയേറ്റ് അംഗമായതിന് പിന്നാലെ ബേപ്പൂരിലെത്തിയ അൻവർ UDF നേതാക്കളുമായും സാമുദായ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രതീക്ഷ നൽകുന്നതാണെന്നും വിജയം ഉറപ്പാണെന്നുമാണ് അൻവർ ക്യാമ്പിന്റെ അവകാശവാദം. അതേസമയം ജനാധിപത്യപരമായ ഏത് മത്സരത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ആര് വന്നാലും തന്നെ ബാധിക്കില്ല എന്നുമാണ് സിറ്റിംഗ് MLA കൂടിയായ മന്ത്രി റിയാസിന്റെ പ്രതികരണം. മണ്ഡലത്തിൽ നടത്തിയ വികസനത്തിലും ജനങ്ങളിലുമാണ് തന്റെ വിശ്വാസമെന്ന് റിയാസ് പറയുന്നുണ്ട്. എന്നാൽ വാക്കിൽ പഴയ ആത്മവിശ്വാസം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ വികസന ചർച്ചകളേക്കാൾ ഉപരിയായി വ്യക്തിപരമായ പോരാട്ടത്തിലേക്ക്, മരുമോനിസ വിരുദ്ധ പ്രചാരണത്തിലേക്കും പോരാട്ടം നീങ്ങുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ PA മുഹമ്മദ് റിയാസ് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ബേപ്പൂരിൽ നിന്ന് വിജയിച്ചാണ് മന്ത്രിസ്ഥാനത്തെത്തിയത്. 22,747 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് റിയാസ് നേടിയത്. റിയാസ് 82,165 വോട്ടുകൾ നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥി PM നിയാസ് 53,418 വോട്ടുകളും BJPയിലെ പ്രകാശ് ബാബു 26,267 വോട്ടുകളും നേടി. ബേപ്പൂർ മണ്ഡലം രൂപീകൃതമായ കാലം മുതൽ മിക്കപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ചരിത്രമാണുള്ളത്. 1967 മുതൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗവും CPIM ആണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. K ചാത്തുണ്ണി മാസ്റ്റർ, TK ഹംസ, എളമരം കരീം, VKC മുഹമ്മദ് കോയ തുടങ്ങിയ പ്രമുഖർ ബേപ്പൂരിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 1977ലും 1980ലും കോൺഗ്രസിലെ NP മൊയ്തീൻ വിജയിച്ചതൊഴിച്ചാൽ UDFന് ഇവിടെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ആവേശ പോരാട്ടമുണ്ടാക്കാൻ അൻവർ അവതരിച്ചിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇവിടെ LDF വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടായതായാണ് UDF വിലയിരുത്തൽ. ഇത് മുതലെടുക്കാനും മന്ത്രി റിയാസിനെതിരെ ശക്തമായ വ്യക്തിപരമായ പ്രചാരണത്തിനുമാണ് അൻവർ ലക്ഷ്യമിടുന്നത്. എന്നാൽ വികസനം മുൻനിർത്തി അൻവറിനെ പ്രതിരോധിക്കാനാണ് LDF ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ രാഷ്ട്രീയ പാരമ്പര്യവും വികസനവും ഒരു വശത്തും അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ മറുവശത്തുമായി ബേപ്പൂർ ഇക്കുറി വലിയൊരു പോരാട്ട ഭൂമിയാകുമെന്ന് ഉറപ്പാണ്.